നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാരാണോ നിങ്ങൾ? എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വൈകിയെത്തിയാലും ഒരിക്കൽ ഉയർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന നക്ഷത്രമാണ് വിശാഖം. പ്രത്യേകിച്ച് ജോലി, സാമ്പത്തിക സ്ഥിതി, വിവാഹം, ജീവിതത്തിലെ വലിയ വഴിത്തിരിവുകൾ ഇവയിൽ ഏത് കാലത്താണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതുമാത്രമല്ല, വിശാഖം നക്ഷത്രത്തിൻ്റെ ദശാകാലങ്ങൾ ഏതൊക്കെയാണ്, ഏത് ദശയാണ് ഭാഗ്യം കൊണ്ടുവരുന്നത്, ഏത് പ്രായത്തിലാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഒരു കാര്യം ആദ്യം ഓർക്കണം, ഇത് പൊതുവായ നക്ഷത്ര ഫലമാണ്. കൃത്യമായ പ്രായവും സമയവും അറിയാൻ വ്യക്തിഗത ജാതകം ആവശ്യമാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത: അധിപൻ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ അറിവ്, വളർച്ച, അവസരങ്ങൾ, സാമ്പത്തിക പുരോഗതി, നല്ല ബന്ധങ്ങൾ, ജീവിതത്തിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താനുള്ള ആഗ്രഹം എന്നിവ വിശാഖം നക്ഷത്രക്കാരിൽ ശക്തമായി കാണാം. വിശാഖത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ലക്ഷ്യം കിട്ടുന്നത് വരെ പരിശ്രമിക്കാൻ ഇവർക്ക് കഴിയും. ആദ്യകാലത്ത് ചില തടസ്സങ്ങൾ ഉണ്ടായാലും അതിൽ തളർന്നു പോകാതെ മുന്നോട്ടു പോകുന്ന സ്വഭാവമാണ് പല വിശാഖക്കാർക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുന്നത് ആദ്യം പരിശ്രമം, പിന്നീട് സ്ഥിരത, അതിനുശേഷം വലിയ ഉയർച്ച. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. വിശാഖം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ഗുരു ആയതിനാൽ ജനനസമയത്തെ നക്ഷത്രപാദവും ചന്ദ്രൻ്റെ കൃത്യമായ സ്ഥാനവും അനുസരിച്ച് ഗുരുദശയുടെ ബാലൻസ് ഉണ്ടായിരിക്കും. തുടർന്നുള്ള വിംശോത്തരി ദശാക്രമം: ഗുരു 16 വർഷം, തുടർന്ന് ശനി 19 വർഷം, ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, സൂര്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം. ഇതാണ് ദശാക്രമം. പക്ഷെ ശ്രദ്ധിക്കുക, ജനിച്ച ഉടൻ തന്നെ എല്ലാവർക്കും 16 വർഷത്തെ മുഴുവൻ ഗുരുദശ ലഭിക്കണമെന്നില്ല. ജനന സമയത്തെ ചന്ദ്രൻ്റെ സ്ഥാനമനുസരിച്ച് ഗുരുദശയുടെ ബാക്കി ഭാഗമാണ് ആദ്യം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച 2 പേർക്ക് പോലും വിവാഹം, ജോലി, സാമ്പത്തിക ഉയർച്ച എന്നിവ വ്യത്യസ്ത പ്രായത്തിൽ സംഭവിക്കുന്നത്. ഇനി ഏത് ദശയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? വിശാഖം നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം നോക്കുമ്പോൾ ഗുരുദശ വളരെ പ്രധാനപ്പെട്ട കാലമാണ്. ഗുരു ശക്തമായി നിൽക്കുന്ന ജാതകത്തിൽ വിദ്യാഭ്യാസം, ജോലി, വിവാഹം, സാമ്പത്തിക വളർച്ച, പുതിയ അവസരങ്ങൾ എന്നിവയ്ക്ക് ഗുരുദശ സഹായകമാകാം. പ്രത്യേകിച്ച് ഗുരു ജാതകത്തിൽ അനുകൂലസ്ഥനാണെങ്കിൽ ജീവിതത്തിൽ ഒരു ഡിറക്ഷൻ കിട്ടുന്ന സമയമായി ഈ കാലം മാറാം. പക്ഷെ ഗുരു മാത്രം നോക്കി ഫലം പറയാൻ കഴിയില്ല. ഗുരു ഏത് ഭാവത്തിൻ്റെ അധിപനാണ്, എവിടെയാണ് നിൽക്കുന്നത്, ആരുടെ ദൃഷ്ടിയുണ്ട്, ദശാബുദ്ധിയിൽ ഏത് ഗ്രഹമാണ് വരുന്നത്, ഇതൊക്കെ കൂടി നോക്കണം. ഇനി ജോലി. വിശാഖം നക്ഷത്രക്കാർക്ക് ജോലി കാര്യത്തിൽ പൊതുവെ ബുധൻ, ശനി, സൂര്യൻ, ഗുരു എന്നിവയുടെ ദശാബുദ്ധികൾക്ക് പ്രാധാന്യം ഉണ്ടാകാം. ഗുരുവിൻ്റെ കാലത്ത് നല്ല അവസരങ്ങൾ തുറക്കാം. ശനിയുടെ കാലത്ത് ജോലി ലഭിക്കുകയോ കരിയർ സ്ഥിരത നേടുകയോ ചെയ്യാം. ബുധൻ്റെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, അക്കൗണ്ട്സ്, ടീച്ചിങ്, IT, ട്രേഡിംഗ്, മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ ലഭിക്കാം. സൂര്യൻ്റെ കാലത്ത് അധികാരം, ഉത്തരവാദിത്തം, സർക്കാർ മേഖല, ലീഡർഷിപ്പ് പൊസിഷൻ എന്നിവയ്ക്ക് സാധ്യത വർദ്ധിക്കാം. അതുകൊണ്ട് 20കളുടെ അവസാനത്തോടെയും 30കളുടെ തുടക്കത്തോടെയും പല വിശാഖം നക്ഷത്രക്കാർക്ക് കരിയർ ഡിറക്ഷൻ കൂടുതൽ വ്യക്തമായി വരാൻ സാധ്യതയുണ്ട്. 30കൾ മുന്നോട്ട് പോകുമ്പോൾ കരിയർ സ്റ്റെബിലിറ്റി കൂടുതൽ ശക്തമാകുന്ന രീതിയും കാണാം. എന്നാൽ കൃത്യമായ പ്രായം വ്യക്തിഗത ദശാബുദ്ധി അനുസരിച്ചായിരിക്കും. ഇനി വിവാഹത്തിൻ്റെ കാര്യം. വിശാഖം നക്ഷത്രക്കാർക്ക് വിവാഹം നോക്കുമ്പോൾ ശുക്രൻ, ഗുരു, ചന്ദ്രൻ എന്നിവയുടെ ദശാബുദ്ധികൾക്ക് പൊതുവെ പ്രാധാന്യം നൽകാം. പ്രത്യേകിച്ച് ജാതകത്തിലെ 7ാം ഭാവവും അതിൻ്റെ അധിപനും ശക്തമായിരിക്കുമ്പോൾ വിവാഹ കാര്യത്തിൽ വേഗത്തിൽ നടക്കാം. പൊതുവായി നോക്കുമ്പോൾ 25 മുതൽ 32 വയസ്സ് വരെയുള്ള കാലഘട്ടം വിവാഹത്തിനു പ്രധാന പ്രായപരിധിയായി കാണാം. ചിലർക്ക് അതിനു മുമ്പും വിവാഹം നടക്കാം, ചിലർക്ക് 30ന് ശേഷവും നടക്കാം. അതുകൊണ്ട് വിശാഖം നക്ഷത്രക്കാർക്ക് വിവാഹം വൈകിയെന്ന് കരുതി പേടിക്കേണ്ട കാര്യമില്ല. വൈകിയാലും ശരിയായ സമയത്ത് ശരിയായ ബന്ധം ലഭിക്കുക എന്ന രീതിയിലും ഫലം വരാം. ഇനി പണത്തിൻ്റെ കാര്യം.
വിശാഖ നക്ഷത്രത്തിന്റെ അധിപൻ ഗുരുവായൂരിൽ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള കഴിവ് പൊതുവെ നല്ലതാണ്. പക്ഷെ പലപ്പോഴും ചെറുപ്പത്തിൽ കിട്ടുന്ന വരുമാനം നിലനിർത്താൻ ബുദ്ധിമുട്ടാകും. ജീവിതത്തിൽ അനുഭവങ്ങൾ കൂടുന്നതിനനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ മെച്യൂരിറ്റി വരും. ഗുരുദശ, ശുക്രദശ, ബുധന്റെ അനുകൂല ദശാബുദ്ധികൾ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാകാം. പ്രത്യേകിച്ച് 30കളിൽ സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കുന്ന കാലം പലർക്കും കാണാം. 30 മുതൽ 36 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കരിയർ വളർച്ച, ഇൻകം വർധന, സേവിങ്സ്, പ്രോപ്പർട്ടി അല്ലെങ്കിൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാം. വീണ്ടും ഓർക്കണം, ഇത് പൊതുവായ സൂചനയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശാഖ നക്ഷത്രക്കാരുടെ യഥാർത്ഥ സൗഭാഗ്യകാലം എപ്പോഴാണ്? പൊതുവായിട്ട് നോക്കുമ്പോൾ 25-32 വയസ്സിനുമിടയിൽ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകൾ, 30നും 36നുമിടയിൽ കരിയർ, സാമ്പത്തിക സ്ഥിരത എന്നിവയ്ക്ക് ശക്തമാകുന്ന കാലം, 36-45 വയസ്സ് ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ലഭിക്കാവുന്ന ഘട്ടം. ഇവയിൽ ഏത് കാലമാണ് ഏറ്റവും ശക്തമാകുന്നത് എന്നത് വ്യക്തിഗത ജാതകത്തിലെ ദശാബുദ്ധി തീരുമാനിക്കും. പ്രത്യേകിച്ച് ഈ പ്രായങ്ങളിൽ ഗുരു, ശുക്രൻ, ബുധൻ, ശനി എന്നിവയുടെ അനുകൂല ദശാബുദ്ധി വന്നാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. എന്തുകൊണ്ടാണ് ചില വിശാഖക്കാർക്ക് വൈകി ഭാഗ്യം വരുന്നത്? ഇതാണ് വിശാഖ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത. ജീവിതത്തിന്റെ തുടക്കത്തിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്ത സാഹചര്യം ചിലർക്കുണ്ടാകാം. ജോലി മാറാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, ബന്ധങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതം മോശമാണെന്ന് കരുതരുത്. കാരണം ദശ മാറുമ്പോൾ ജീവിതത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഒരു കാര്യം മാത്രം പറയാം: ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളുടെ മുഴുവൻ ജീവിതവും എന്ന് കരുതരുത്. വിശാഖ നക്ഷത്രക്കാർക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരേ സമയം പല കാര്യങ്ങളും ശ്രദ്ധ കൊടുക്കാതെ ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ ഗുണം ചെയ്യും. സാമ്പത്തികമായി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സേവിങ്സ് ശീലമാക്കുക. ജോലിയിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കുക. വിവാഹ കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക. മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ദശാകാലം മറ്റൊരാളുടേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. സൗഭാഗ്യകാലം, പ്രത്യേകിച്ച് 25-ന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തുടങ്ങാനും 30കളിൽ സാമ്പത്തികവും കരിയറും കൂടുതൽ ശക്തമാകാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ കൃത്യമായ സൗഭാഗ്യകാലം അറിയണമെങ്കിൽ ജനനതീയതി, ജനനസമയം, ജനനസ്ഥലം ഉപയോഗിച്ച് വ്യക്തിഗത ജാതകം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പൊതുവായ ഫലങ്ങളാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.